ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ള ഇഞ്ചിക്കറി അഥവാ ഇഞ്ചി കിച്ചടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റിയായ കറിയാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറി കൂടിയാണ് അല്ലേ ഇഞ്ചിക്കറി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായ സമയത്ത് ഇതിലേക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 6 ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊരു വലിയ 2 കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ മിക്സിയുടെ ജാർ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം അഥവാ നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരയാൻ ആവശ്യമായ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മൂത്ത് കറുത്ത് പോവരുത്. ഇഞ്ചി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം. അതൊരു നന്നായിട്ടൊരു മൂത്ത ഇഞ്ചിയുടെ പച്ചക്കുത്ത് പോകുമ്പോൾ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഇഞ്ചി കിച്ചടി നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓണത്തിന് നമ്മൾ ഒരുപാട് കറികളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതേപോലുള്ള 2-3 കറികളൊക്കെ നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിഭാരവും ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് അരവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒരാഴ്ചയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ പച്ചച്ചുവ നന്നായിട്ട് പോകണം കേട്ടോ. നന്നായിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പച്ചച്ചുവ മാറ്റിയെടുക്കണം. അപ്പോൾ അതേ നന്നായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി തേങ്ങയുടെ ആ പച്ചച്ചുവയൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കണം. തൈര് നമ്മൾ അത്യാവശ്യം പുളിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഈ നമ്മൾ തേങ്ങ ചേർത്ത അരവൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് 1/2 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഓണത്തിന് ഇതേപോലെ ഒരു ഇഞ്ചി കിച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.